കോഴിക്കോട് മാവൂരിൽ കനത്ത മഴ. ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയരുന്നു. വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ മഴയിൽ കേടുപാടുണ്ടായത് 33 വീടുകൾക്ക്. 10 കുടുംബങ്ങളിലെ 36 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 50-ലേറെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. അഭിജിത്ത് മുഴക്കുന്ന കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണോ? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? കീർത്തന, കോഴിക്കോട് ജില്ലയിൽ മഴ തകർത്തു പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ മലയോര മേഖലയിലാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതിൽ തന്നെ മാവൂർ മേഖലയിൽ ഇന്ന് രാവിലെ 11 മണി വരെ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ടായിരുന്നു. പക്ഷേ 11 മണിക്കിപ്പുറം ഇതുവരെ ഇപ്പോഴും മഴ വലിയ രീതിയിൽ തന്നെ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പ്രശ്നം ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നതാണ്. ഈ കൂടുതൽ പേരെ മറ്റ് വീടുകളിലേക്കും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റേണ്ട ഒരു സാഹചര്യം ഈ മാവൂർ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഈ ചാലിയാറിലും ചെറുപുഴയിലും ഒക്കെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനാൽ തന്നെ ഈ തീരപ്രദേശങ്ങളിൽ, പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മറ്റു വീടുകളിലേക്കും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലും നിലവിൽ മാറ്റുന്നുണ്ട്. കൂടാതെ ജില്ലയിൽ 33ഓളം വീടുകളാണ് ഭാഗികമായി ഈ മഴയിൽ തകർന്നത്. ഏതാണ്ട് 36ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 50ഓളം കുടുംബങ്ങളെ ഈ മറ്റ് ബന്ധുവീടുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴ വലിയ രീതിയിൽ മലയോര മേഖലയെ ബാധിക്കുന്നുണ്ട്. നിലവിൽ ഈ നഗരപ്രദേശത്ത് അല്പം നിലവിൽ ചെറിയൊരു മഴയ്ക്ക് ശാന്തതയുണ്ട്. പക്ഷേ പൂർണ്ണമായും മഴ ശമിച്ചു എന്ന് പറയാൻ വയ്യ. ഏതായാലും നിലവിലൊരു ജാഗ്രത ജില്ലയിൽ ഉടനീളം തുടരുന്നുണ്ട്. കീർത്തന, ശരി. കോഴിക്കോട് പലയിടങ്ങളിലും ശക്തമായ മഴ. നിരവധി ആളുകൾ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കത്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.